സ്വാഗതം. എന്തുകൊണ്ടാണ് കുറെ ടാരോ റീഡേഴ്സ് കുറച്ചു കാലം കഴിയുമ്പോൾ ടാരോ റീഡിംഗ് നിർത്തുന്നത്? താങ്കൾ ഇത് എപ്പോഴെങ്കിലും ശ്രദ്ധിച്ചിട്ടുണ്ടോ? അതായത് താങ്കൾ ഒരു ചാനൽ സ്ഥിരമായി കാണുന്നുണ്ടാവും. അതിൽ വീഡിയോസ് വരുന്നുണ്ടാവും. പക്ഷേ പെട്ടെന്ന് ഒരു സുപ്രഭാതത്തിൽ അവർ വീഡിയോ ഇടുന്നതിൻ്റെ ഫ്രീക്വൻസി കുറയും. പിന്നെ തീരെ ഇല്ലാതെയാവും. നമ്മൾ ആ ഫോൺ നമ്പറിൽ കോൺടാക്ട് ചെയ്യുമ്പോൾ അവർ റെസ്പോണ്ട് ചെയ്യില്ല. കഴിഞ്ഞ 2 വർഷക്കാലമായി കേരളത്തിൽ 2000-ലധികം ആളുകളെ ഓൺലൈനിൽ ടാരോ പഠിപ്പിച്ച് 500-ലധികം ടാരോ പ്രൊഫഷണൽസിനെ സൃഷ്ടിച്ചൊരു വ്യക്തി എന്ന നിലയിൽ ഈ ഒരു പ്രതിഭാസം ഞാൻ സമീപകാലങ്ങളിൽ കാണുന്നുണ്ട്. താങ്കൾക്ക് ഇതിനെക്കുറിച്ച് അറിയാൻ ആഗ്രഹമുണ്ടെങ്കിൽ ഈ വീഡിയോ അവസാനം വരെ കാണുക. ഇനി താങ്കൾ ടാരോ റീഡറാണ്, ടാരോ പഠിക്കണം എന്ന് ആഗ്രഹമുണ്ടെങ്കിൽ ഒരിക്കലും താങ്കൾ ഈ കാരണങ്ങൾ കൊണ്ട് ടാരോ ക്വിറ്റ് ചെയ്യരുത് എന്ന് പറയാനാണ് ഞാൻ വീഡിയോ നിർമ്മിക്കുന്നത്. താങ്കൾക്ക് എന്നെ അറിയില്ലെങ്കിൽ എൻ്റെ പേര് പ്രദീപ് ഹരിഹരൻ. ഞാനൊരു ഇംഗ്ലീഷ് അധ്യാപകനായിരുന്നു. ഇപ്പോൾ ഒരു ആത്മീയ ലക്ഷ്യത്തിൻ്റെ ഭാഗമായി കേരളത്തിലെ 1,00,000 ആളുകൾക്ക് വ്യക്തതയുടെ ജീവിതം നയിക്കണം എന്ന ലക്ഷ്യത്തോടുകൂടി ടാരോവും സമാനമായിട്ടുള്ള കാര്യങ്ങൾ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നു. അപ്പോൾ ആദ്യത്തെ റീസൺ എന്താണെന്ന് ഞാൻ പറയാം. അതിനു മുമ്പ് താങ്കൾക്ക് ടാരോ പഠിക്കണം എന്ന ആഗ്രഹമുണ്ടെങ്കിൽ താഴെ ഒരു ലിങ്ക് ഉണ്ട്. അതിൽ ക്ലിക്ക് ചെയ്ത് എൻ്റെ സൗജന്യ വെബിനാറിൽ പങ്കെടുത്ത് ടാരോ ആഴത്തിൽ മനസ്സിലാക്കാവുന്നതാണ്. ആദ്യത്തെ റീസൺ എന്തുകൊണ്ടാണ് നമ്മൾ ടാരോ റീഡേഴ്സ് ടാരോ ക്വിറ്റ് ചെയ്യുന്നതെന്ന് ചോദിച്ചാൽ 2 കാരണങ്ങൾ കൊണ്ടാണ് ആളുകൾ ടാരോയിലേക്ക് പ്രധാനമായിട്ടും വരുന്നത്. അതിലൊന്നെന്ന് പറയുന്നത് വ്യക്തിപരമായിട്ടുള്ള കാരണമാണ്. ഉദാഹരണത്തിന് ഞാൻ ടാരോയിലേക്ക് വന്നത് ഇത് വരുന്ന സമയത്ത് ഞാൻ കടുത്ത നിരാശയിലായിരുന്നു. ജോലിക്ക് പോകാൻ കഴിയുന്നില്ല, ആരോഗ്യ പ്രശ്നങ്ങളുമാരും ശമ്പളമില്ലാത്ത ലീവ് എടുത്തിരിക്കുന്നു, ജീവിതം ഇരുണ്ട പോലെ തോന്നി. നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? എങ്ങനെയെങ്കിലും നമുക്കൊരു പ്രതീക്ഷയുടെ ഒരു പ്രത്യാശയുടെ ഒരു കിരണം ഇത് നമുക്ക് അട്രാക്ട് ചെയ്യാൻ പറ്റുമോ? അങ്ങനെ നമ്മൾ ഇത് ഈ ടാരോയിലേക്ക് വരുന്നത്, അതായത് സ്വന്തം പ്രശ്നം നമുക്ക് തന്നെ റീഡ് ചെയ്ത് മനസ്സിലാക്കണം എന്ന ലക്ഷ്യത്തോടുകൂടി, അതായത് മറ്റൊരാളുടെ സഹായം കൂടാതെ നമുക്ക് ആവശ്യമുള്ളപ്പോൾ നമ്മളൊരു പുസ്തകം വാങ്ങുന്നതും ലൈബ്രറിയിൽ നിന്ന് പുസ്തകം എടുക്കുന്നതും മാതിരി. ഉദാഹരണത്തിന് ഒരു ടാരോ റീഡറെ കൺസൾട്ട് ചെയ്യണമെങ്കിൽ നമ്മൾ ലൈബ്രറിയിൽ നിന്ന് പുസ്തകം എടുക്കുന്ന മാതിരിയാണ്. നമുക്ക് എപ്പോഴും ആ പുസ്തകം ഉണ്ടാവണമെന്നില്ല. മറ്റേത് നമ്മളിലുണ്ടെങ്കിൽ നമുക്ക് തുറന്ന് വായിക്കാമല്ലോ. അങ്ങനെയാണ് ടാരോയിലേക്ക് വരുന്നത്. ഇതിനോട് ആദ്യം എനിക്ക് വരുമ്പോൾ ഒരുപാട് അന്ധവിശ്വാസങ്ങൾ ഉണ്ടായിരുന്നു. ഫസ്റ്റ് ഓഫ് ഓൾ ഞാൻ വിചാരിച്ചത് ഇത് സ്പെഷ്യൽ ആയിട്ടുള്ള ചില ആളുകൾക്ക് മാത്രമേ വായിക്കാൻ പറ്റുള്ളൂ, ഇത് നമുക്കൊന്നും കഴിയില്ല. പ്രത്യേകിച്ച് നിങ്ങൾ അധികവും ഞാൻ നോക്കുമ്പോൾ വനിതകളാണ് ഈ ഫീൽഡിലുള്ളത്. അപ്പോൾ പുരുഷനെ കൊണ്ടൊന്നും സാധിക്കില്ല. മാത്രമല്ല ഇത് മെമ്മറൈസ് ചെയ്യണം, കാർഡുകളെല്ലാം മെമ്മറൈസ് ചെയ്യണം. അങ്ങനെ ഇത് മാത്രമല്ല, ഇത് ഒരു അന്ധവിശ്വാസമാണ് എന്ന് പോലും ഞാൻ കരുതിയിട്ടാണ് വരുന്നത്. പക്ഷേ ഇതിൻ്റെ പിന്നിലെ ശാസ്ത്രം, ഇത് പഞ്ചഭൂതങ്ങളിൽ അധിഷ്ഠിതമാണ്. നമ്മുടെ ജീവിതത്തിൻ്റെ യാത്രയെക്കുറിച്ചാണ് പറയേണ്ടത്. നമ്മളെ ഒരു മാതൃകാ ജീവിതം നയിക്കാൻ സഹായിക്കുന്ന ഒരു ടൂളാണ്, കാലങ്ങളായിട്ട് നിലനിന്നൊരു സംഭവമാണ് എന്നെല്ലാം മനസ്സിലാക്കിയപ്പോഴാണ് നമുക്കിതിനോടൊരു കൗതുകം തോന്നി പ്രാക്ടീസ് ചെയ്യാൻ തുടങ്ങുന്നത്. അങ്ങനെ ആദ്യകാലത്ത് പ്രാക്ടീസ് ചെയ്തപ്പോൾ എനിക്ക് നല്ല രീതിയിൽ റിസൾട്ട് കിട്ടി തുടങ്ങി. അപ്പോൾ നാച്ചുറലി ഇതുപോലെയാണ് എല്ലാവരും ഇതിലേക്ക് വരുന്നത്. അവർക്ക് ആദ്യം റിസൾട്ട് കിട്ടി തുടങ്ങും. അപ്പോൾ നമ്മൾ ഈ കാർഡ് വെച്ചിരിക്കുമ്പോൾ ആളുകൾ ചോദിക്കും ഇതെന്താണത് എന്നുള്ളത്. പലപ്പോഴും നമുക്ക് തന്നെ ഒരു ക്യൂരിയോസിറ്റി ഉണ്ടാവും മറ്റുള്ളവർക്ക് ഇത് അവരുടെ പ്രശ്നങ്ങൾ മാറ്റാൻ. അങ്ങനെ ഒരു ചോദിക്കുമ്പോൾ നമ്മൾ പറയും ഇത് ടാരോ കാർഡുകളാണ്, ഇതിലിങ്ങനെ 78 കാർഡുണ്ട്, കുറേ ചിത്രങ്ങളുണ്ട്, നിങ്ങൾക്ക് എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ ഞാൻ നിങ്ങൾക്ക് ഒരു ഗൈഡൻസ് തരാമെന്ന്. അപ്പോൾ നാച്ചുറലി ഈ വ്യക്തി നമ്മളോട് എന്തെങ്കിലുമൊക്കെ പറയും. നമ്മൾ ഈ കാർഡ് എടുത്ത് അവർക്ക് റിസൾട്ട് കൊടുക്കും. ഇവർ സത്യം പറഞ്ഞാൽ ഞെട്ടിപ്പോവും. കാരണം റിസൾട്ട് ആക്യുറേറ്റ് ആയിരിക്കും 90%. അത് പ്രകൃതി നമ്മളെ സപ്പോർട്ട് ചെയ്യുന്നതാണ്, യൂണിവേഴ്സ്. ഉടനെ ഇവർ പറയും നിങ്ങൾക്ക് എന്നെക്കുറിച്ച് എല്ലാം അറിയുന്നതുകൊണ്ടാണ് നിങ്ങൾ പറഞ്ഞതെന്ന് പറയും. അല്ലെങ്കിൽ നമ്മളെ കളിയാക്കും. പക്ഷേ ഇവരുടെ ഉള്ളിൽ നമുക്കറിയാം എന്തോ ഒരു മാറ്റം ഉണ്ടായിട്ടുണ്ടെന്നുള്ളത്. അങ്ങനെ ഇവർ മറ്റുള്ളവരോട് പറയും, നമ്മൾ തന്നെ മറ്റുള്ളവരോട് പറയും. അങ്ങനെ കുറച്ച് കഴിയുമ്പോൾ നമ്മളൊരു ചെറിയൊരു സെലിബ്രിറ്റി പോലെയോ നമ്മുടെ കുടുംബത്തിലും ഇതിലും. ഇത് 2 രീതിയിൽ നമ്മൾ ഇതാക്കും. ഇത് ഒരു വിഭാഗം ആളുകളെ നമ്മളെ ഭയങ്കര വിമർശനാത്മകമായിട്ട് കാണും. ഉദാഹരണത്തിന് പല കുടുംബത്തിലും പാർട്ട്നേഴ്സ് സപ്പോർട്ട് ചെയ്യില്ല. നീ എന്താണ് ഈ കാർഡ് വെച്ചിരിക്കുന്നതെന്ന് പറഞ്ഞു. അപ്പോൾ തന്നെ നമ്മുടെ ആ ഒരു എനർജി കുറഞ്ഞു തുടങ്ങും. അങ്ങനെ കുറേ പേര് വരുമ്പോൾ പിന്നീട് അവർക്കത് പ്രാക്ടീസ് ചെയ്യാൻ പറ്റാതെ, തുറന്നു പറയാൻ പറ്റാതെ നിർത്തുന്ന ഒരുപാട് ആളുകളുണ്ട്. അപ്പോൾ പലപ്പോഴും എന്താ പറയുക, നമ്മൾ കാണുന്ന പല ടാരോ റീഡേഴ്സും ആദ്യകാലത്ത് വളരെ സക്സസ്ഫുൾ ആയി വന്ന് പിന്നെ ഒരു യൂട്യൂബിൽ വീഡിയോ ഇട്ട് അവർക്ക് റീഡിംഗ് ഒക്കെ കിട്ടി തുടങ്ങുമ്പോൾ അത് എന്താ പറയുക, കുടുംബത്തിൽ മറ്റുള്ളവർക്ക് ഐഡൻറ്റിറ്റി ഇഷ്ടപ്പെടില്ല, അവർ വരുമാനം നേടുന്ന ഇഷ്ടപ്പെടില്ല, നീ ആളുകളെ പറ്റിക്കുകയാണ് എന്ന രീതിയിലുള്ള കോമൻസും, നമ്മൾ വിവാഹം അല്ലെങ്കിൽ മറ്റ് ഫംഗ്ഷന് പോകുമ്പോൾ കുത്തിപ്പറയലും അങ്ങനെ എല്ലാം സഹിക്കുമ്പോൾ നമ്മൾ എന്തിനാ അത് എന്ന് പറഞ്ഞ് ഗിവപ്പ് ചെയ്യുന്ന ഒരുപാട് പേരെ എനിക്കറിയാം. ഇനി രണ്ടാമത്തെന്ന് പറയുന്നത് സമയത്തിൻ്റെ ഒരു പ്രശ്നമാണ്. പലപ്പോഴും നമ്മളൊരു ടാരോ റീഡിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അറിയാലോ, ആളുകൾ കോൺടാക്ട് ചെയ്യും, അവരെ വോയിസ് മെസ്സേജ് ഇടും. അപ്പോൾ ഇവരുടെ ഇമോഷണൽ ബേർഡൻ, നമുക്ക് എല്ലാം വിഷമമുള്ള ആളുകളാണ് നമ്മളിത് വരുന്നത്. അപ്പോൾ ഒരു ദിവസം നമ്മളിങ്ങനെ സ്ഥിരം ഇത് കേൾക്കുമ്പോൾ നമുക്കൊരു പരിധിയുണ്ട്. ആ പരിധി പറ്റാണ്ടാകുമ്പോൾ പലർക്കും എന്താ പറയുക, അത് അങ്ങനെ ആ ഒരു ഇതിൻ്റെ പേരിൽ നിർത്തുന്ന ഒരുപാട് പേരുണ്ട്. അതായത് അത് ഇമോഷണൽ ഭയങ്കര സെൻസിറ്റീവ് ആയതുകൊണ്ടാണ് പലപ്പോഴും നമ്മൾ ടാരോ റീഡ് ചെയ്യുമ്പോൾ നമ്മളൊക്കെ, എൻ്റെ വിദ്യാർത്ഥികളോട് ഞാൻ പറയാറുള്ളത് നിങ്ങളൊരു ഡിറ്റാച്ച്ഡ് ആയിരിക്കണം എന്നുള്ളതാണ്. ഉദാഹരണത്തിന് നമുക്കറിയാം, നമ്മളൊരു ഡോക്ടറെ അടുത്ത് പോകുന്നു, ഡോക്ടർ എല്ലാവരുടെ വേദനയെയും കുറിച്ച് റീഡ് ആയി കഴിഞ്ഞാൽ അദ്ദേഹത്തിന് ഒരിക്കലും ചികിത്സിക്കാൻ പറ്റില്ല. അതുകൊണ്ട് അദ്ദേഹം വളരെ ഡിറ്റാച്ച്ഡ് ആയിട്ട് എന്താണ് രോഗം, എന്തൊക്കെയാണ് രോഗലക്ഷണങ്ങൾ, അതിന് മരുന്ന് എഴുതുന്നു, മരുന്ന് കഴിച്ചിട്ട് 3 ദിവസത്തിൽ വരാൻ പറയുന്നു. അതേപോലെ ഒരു ഡിറ്റാച്ച്ഡ് ആയിട്ട് വേണം നമ്മൾ കാണാൻ എന്നുള്ളതാണ്.
പിന്നെ വേറൊരു പ്രശ്നം വരുന്നത് നമ്മുടെ ഐഡൻറ്റിറ്റി എന്നുള്ളതാണ്. ഉദാഹരണത്തിന് ഇപ്പോൾ ഞാൻ തന്നെ നിങ്ങളോട് പറഞ്ഞു, ഞാനൊരു ഇംഗ്ലീഷ് അധ്യാപകനായിരുന്നു. ഇപ്പോൾ എൻ്റെ ആത്മീയ ഭാഗമായിട്ട് ടാരോ പഠിപ്പിക്കുന്നത്. അപ്പോൾ നമ്മളെ പഴയ ഫ്രണ്ട്സും അല്ലെങ്കിൽ പഴയ കൊളീഗ്സ് കാണും, ഭയ് പ്രതിഭ നീ എന്താണ് ഇത് ചെയ്യുന്നത്, എന്താ മാറിയത്? അപ്പോൾ നമുക്ക് തന്നെ ഒരു ഐഡൻറ്റിറ്റി പ്രശ്നം, ഞാൻ ആരാണ്, ഇപ്പോൾ ഞാൻ ടാരോ റീഡർ ആണോ അല്ലെങ്കിൽ ഇതാണോ എന്ന് ഒരുപാട് പേർക്ക് പ്രശ്നം വരാറുണ്ട്. എനിക്ക് ആ പ്രശ്നമില്ല, പക്ഷേ ഞാൻ പറയുന്നത് എന്താ വെച്ച് കഴിഞ്ഞാൽ ഇത് വളരെ സാധാരണമാണെന്നുള്ളതാണ്. ചിലപ്പോൾ ചില വീട്ടിൽ കുട്ടികൾക്ക് ഇഷ്ടമുണ്ടാവില്ല അമ്മ ഇങ്ങനത്തെ ഒരു ഐഡൻറ്റിറ്റി പോകുന്നു, അതായത് ടാരോ റീഡ് ചെയ്യുന്നു. കാരണം അറിയില്ല ആളുകൾക്ക്. നമ്മുടെ സമൂഹത്തിൽ നിങ്ങൾക്കറിയാലോ, ടാരോ എന്ന് പറയുന്നത് വളരെ എന്താ പറയുക, വളരെ വളരെ ബാലിശമായിട്ടുള്ള ഇതിലാണ് നിൽക്കുന്നത്. വളരെ കുറച്ച് ടാരോ റീഡേഴ്സേ ഉള്ളൂ, വളരെ കുറച്ച് അവയർനെസ് ഉള്ള ആൾക്കാരുള്ളൂ. 1000 പേരോട് ടാരോ അല്ലെങ്കിൽ ടാരറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണെന്ന് പോലും അറിയില്ല, അല്ലെങ്കിൽ തത്വജ്യോത്സ്യമാണ് എന്ന രീതിയിൽ ഒരുപാട് കളിയാക്കുന്ന ഒരു ഇതാണ് നമ്മുടെ സൊസൈറ്റിക്ക് പൊതുവേ നിങ്ങൾക്കറിയാലോ. അറിയാത്തൊരു കാര്യം കളിയാക്കുന്ന ഒരു സെൻറ്റൻസി ഉണ്ട്. ഇനി രണ്ടാമത്തത് പ്രധാനമായിട്ടും ആളുകൾ ഇത് ക്വിറ്റ് ചെയ്യാൻ കാര്യം, നമ്മളെ തന്നെ വരുന്ന ഒരുപാട് വിദ്യാർത്ഥികൾ ഇത് ഒരു വരുമാന മാർഗമാക്കണം എന്ന് പറഞ്ഞ് വരുന്നുണ്ട്. അതായത് പല ബിസിനസ്സുകളും നടത്തി അത് വിജയിച്ചില്ല, ടാരോയിൽ ഒരു സ്കോപ്പ് കാണുന്നുണ്ടല്ലോ, അങ്ങനെയാണെങ്കിൽ ഞാൻ ടാരോ പഠിച്ച് എനിക്കും വരുമാനം ഉണ്ടാക്കുമല്ലോ. ഇങ്ങനെ വരുന്ന ആളുകളാണ് വളരെ പെട്ടെന്ന് ഡിസപ്പോയിൻറ്റഡ് ആയി ക്വിറ്റ് ആവുന്നത്. അതിൻ്റെ കാര്യം എന്താ വെച്ച് കഴിഞ്ഞാൽ അവരുടെ ഒരു ഉദ്ദേശം എന്ന് പറയുന്നത് മണി മേക്കിംഗ് ആണ്. മണി മേക്കിംഗ് ആയിട്ട് വരുമ്പോൾ അവർ വിചാരിക്കുന്നത് ഇത് പെട്ടെന്ന് പഠിക്കാം, അതായത് നമുക്കൊരു 3 മാസം കൊണ്ട് പഠിച്ച് നമുക്കിത് പെട്ടെന്ന് ആളുകൾ ഓടി വരും. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ന് കാലത്ത് നമുക്കൊരാളുടെ മനസ്സിലിരിപ്പ് എന്താണെന്നുള്ളത് പെട്ടെന്ന് അറിയാൻ പറ്റും. ടാരോ കാണുന്ന ആൾക്കും അറിയാൻ പറ്റും, റീഡിങ്ങിന് വരുന്ന ആളുകൾക്കും. അപ്പോൾ ഇത് ഈ മണി ഓറിയൻറ്റഡ് ആയിട്ടാണ് ഒരു വ്യക്തി ചെയ്യുന്നതെങ്കിൽ കൃത്യമായിട്ട് മറ്റേ വ്യക്തിക്ക് മനസ്സിലിരിപ്പ് പറയാൻ പറ്റും. ഈ മനസ്സിലിരിപ്പ് പറയുന്നതുകൊണ്ട് ഈ ആൾ വരില്ല. അപ്പോൾ ഈ മണി ഓറിയൻറ്റഡ് ആയിട്ട് വരുന്ന വ്യക്തി ഇത് വേഗത്തിൽ പഠിക്കാൻ നോക്കും, കുറേ യൂട്യൂബിൽ വീഡിയോ ഇടും, എന്നിട്ട് മോണറ്റൈസേഷൻ വരുന്നില്ല എന്ന് പറയും. എന്നോട് തന്നെ പലരും പറയാറുണ്ട്, സാറേ എത്രയോ വീഡിയോസ് ഇട്ടു, ആരും കാണുന്നില്ല. അപ്പം ഞാൻ അവരോട് പറയും, ഒരാൾ കാണുന്നുണ്ടോ നിങ്ങളുടെ വീഡിയോ? ഒരു വ്യക്തിയുടെ ജീവിതം നിങ്ങൾക്ക് മാറ്റാൻ പറ്റുമോ? അത് നോക്കിയാൽ മതി. അതായത് നമ്മളെന്തിനാ 1000 10,000 വ്യൂസിനൊക്കെ പോകുന്നു? നമ്മുടെ ഒരാൾ അല്ലെങ്കിൽ 10 പേര് കണ്ട് 10 പേരുടെ ജീവിതത്തിൽ പ്രകാശം വന്നാൽ അതിനേക്കാട്ടിലപ്പുറം നമുക്ക് എന്ത് സന്തോഷമാണുള്ളത്? മണി എന്നുള്ളത് എപ്പോഴും ഫോക്കസ് ചെയ്യുമ്പോൾ നമുക്ക് ഇത് കിട്ടില്ല. നിങ്ങൾക്ക് തന്നെ അറിയില്ല, പല ബിസിനസ്സും മണിക്ക് വേണ്ടി ചെയ്യുമ്പോഴാണ് തകർന്നു പോകുന്നത്. മറിച്ച് നമ്മളൊരു മിഷൻ, അതായത് നമ്മൾക്ക് വന്ന, ഞാൻ എപ്പോഴും പറയാറുണ്ട്, നമുക്ക് വന്ന വേദന മറ്റൊരാൾക്ക് വരാൻ നമ്മൾ സമ്മതിക്കരുത് എന്ന് പറയുന്നിടത്താണ് നമ്മുടെ മിഷൻ വരുന്നത്. അങ്ങനെ ഒരു ലക്ഷ്യം നമ്മൾ വെക്കുകയാണെങ്കിൽ, ഇപ്പോൾ നിങ്ങളുടെ ജീവിതത്തിലെല്ലാം പലതരം അനുഭവങ്ങളുണ്ടാവും, പലതരം ആളുകൾ നിങ്ങളെ പറ്റിച്ചിട്ടുണ്ടാവും, പലതരം ജീവിതാനുഭവങ്ങളിലൂടെ കടന്ന് നിങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ടാവും. ഈ ഒരു അനുഭവത്തിൻ്റെ ഇതിൽ നിന്നുകൊണ്ട് ഒരു ടാരോ വായിക്കുമ്പോഴാണ് അതേപോലുള്ള ഒരുപാട് ആളുകൾക്ക് നമുക്ക് ഇതാക്കുന്നത്. ഇപ്പം നമ്മുടെ കൈ പൊള്ളി, നമ്മുടെ കുട്ടി തീയിലേക്ക് പോകുമ്പോൾ നമ്മൾ പിടിച്ചു മാറ്റും. എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ നമുക്കറിയാം ആ പൊള്ളലിൻ്റെ വേദന എന്താണ്, എത്ര നാൾ നിൽക്കും, എത്ര ഇതായിരിക്കും അതെന്നുള്ളത്. ഇതുപോലെ തന്നെയാണ് ഒരു ടാരോ റീഡിങ്ങിൽ വരുന്നത്. അപ്പോൾ ഇതുകൊണ്ട് നിർത്തുന്ന ഒരുപാട് പേരുണ്ട്. പിന്നെ നമ്മൾ യൂട്യൂബിൽ വീഡിയോ ഇടുമ്പോൾ നിങ്ങൾക്കറിയാലോ, 90-95% വളരെ പോസിറ്റീവായിട്ടുള്ള കോമൻസ് ആണ് ടാരോ കമ്മ്യൂണിറ്റിയിൽ നിന്ന് എനിക്ക് കിട്ടിയിട്ടുള്ളത് പൊതുവേ. പക്ഷെ അതേ സമയം തന്നെ 5% വളരെ നെഗറ്റീവായിട്ടുള്ള കോമൻ്റ് ഇടുന്ന വ്യക്തികളും ഉണ്ട് എന്ന് പറഞ്ഞുകൊള്ളട്ടെ. എനിക്ക് അനുഭവം വളരെ കുറവാണ്, പക്ഷെ പല ഇതിലും നമ്മൾ കാണുമ്പോൾ അവരെന്താ പറയുക, നമുക്ക് തന്നെ വായിച്ചു കഴിഞ്ഞാൽ നമ്മൾ വായിക്കുമല്ലോ, നമുക്ക് ഭയങ്കരമായിട്ട് വേദനാജനകമായിട്ട് തോന്നും. അപ്പോൾ ഇത് സ്ഥിരം കാണുമ്പോൾ എന്ത് പറ്റുമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് തന്നെ ഈ പണി നിർത്തിയാലോ എന്ന് തോന്നും. പിന്നെ ഇതിന് സമയം വേണം, ഇതൊരു തൊഴിലാണ്. ഓക്കെ, ഏത് തൊഴിലിനും അതിൻ്റെ സമയം കണ്ടെത്തണം. നമ്മുടെ ഫ്രീ ടൈമിൽ ചെയ്യാമെന്ന് പറഞ്ഞാൽ നടക്കില്ല. ഉദാഹരണത്തിന് ഇപ്പോൾ ഞാൻ തന്നെ ഷോർട്സ് ഇടുന്നുണ്ടെങ്കിൽ അതിനൊക്കെ വളരെ കൃത്യമായിട്ട് സമയം മാറ്റി വെച്ചിട്ടാണ്, ബാക്കിയുള്ള പല കാര്യങ്ങളും മാറ്റി വെച്ചിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. അതേപോലെ എല്ലാവരും ചെയ്യേണ്ടി വരും. അപ്പോൾ പലപ്പോഴും എന്ത് പറ്റുമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ സമയം കണ്ടെത്താൻ പറ്റാതെ വരുമ്പോൾ വീഡിയോ ഇടാൻ പറ്റാണ്ടാവും. കൺസിസ്റ്റൻ്റ് ആയിട്ട് വീഡിയോ ഇട്ടില്ലെങ്കിൽ നിങ്ങൾക്കറിയാലോ യൂട്യൂബ് സപ്പോർട്ട് ചെയ്യില്ല, അങ്ങനെ ഗീവ് അപ്പ് ചെയ്യും. പിന്നത്തെ ഒരു പ്രധാനപ്പെട്ട പ്രശ്നം കാണുന്നത് ഈ ടാരോവുമായിട്ട് ബന്ധപ്പെട്ട് കുറേ നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങളുണ്ട്. അതായത് ടാരോ നെഗറ്റീവ് എനർജി അട്രാക്ട് ചെയ്യും. ഈവൻ നമ്മുടെ തന്നെ പല ടാരോ റീഡേഴ്സ് നിർത്തി പോകുമ്പോൾ പറയാറുണ്ട്, ടാരോ റീഡിങ് തുടങ്ങിയ പിന്നെ കുടുംബത്തിൽ പല പ്രശ്നങ്ങളുണ്ടായി. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ടാരോ റീഡിങ് ചെയ്തുകൊണ്ടല്ല കുടുംബത്തിൽ പ്രശ്നം, അത് ചെയ്തില്ലെങ്കിലും ആ പ്രശ്നങ്ങളൊക്കെ വരും. അതായത് നമ്മളെപ്പോഴും നമ്മുടെ കുറ്റം മറ്റൊന്നിൽ ആരോപിക്കുന്നൊരു ശീലമുണ്ടല്ലോ, അങ്ങനെയാണ്. സത്യത്തിൽ ടാരോ ഒരിക്കലും ഒരു നെഗറ്റീവ് എനർജി അട്രാക്ട് ചെയ്യില്ല. പിന്നെ നമുക്ക് സങ്കടം, ആർക്കും ഒരാളുടെ വിഷമം കേട്ടാൽ സങ്കടം തോന്നും, ഒരാൾ കരഞ്ഞാൽ നമുക്കും വിഷമം തോന്നും. പക്ഷേ നമ്മളത് കഴിഞ്ഞ് ആ ഒരു കോഡ് കട്ടിങ് ചെയ്ത് മാറുക എന്നുള്ളതാണ്. അപ്പോൾ നിങ്ങൾ ടാരോ പഠിക്കുന്നു ആഗ്രഹിക്കുന്നു, അല്ലെങ്കിൽ ടാരോ തുടങ്ങി നിർത്തിയെങ്കിൽ എനിക്ക് നിങ്ങളോട് ഒന്നേ പറയാനുള്ളൂ. ഒന്നെന്ന് പറയുന്നത് ഒരു കമ്മ്യൂണിറ്റിയുടെ സപ്പോർട്ട് ഭയങ്കര ഗുണമാണ്, ഒരു കൂട്ടായ്മ. അപ്പോൾ ഉദാഹരണത്തിന് ഞാൻ പഠിപ്പിക്കുന്ന കമ്മ്യൂണിറ്റി മോഡലിലാണ് യൂണിവേഴ്സ് വിസ്ഡം ഹബ് എന്ന് പറയുന്ന കൂട്ടായ്മയാണ്. അതിൽ എല്ലാവരും ഒരുമിച്ച് വരുന്നു, നമ്മുടെ ക്ലാസ്സുകൾ എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും സപ്പോർട്ട് ചെയ്യുന്ന ഒരു ഇതിലാണ്. നമുക്കൊരു സപ്പോർട്ട് സിസ്റ്റം ഉണ്ടെങ്കിൽ തന്നെ നമുക്ക് ഇതാവും. 2 എന്ന് പറയുന്നത് ടാരോ എന്ന് പറയുന്ന ലൈഫ് ലോങ് ലേണിംഗ് ആണ്. നിങ്ങൾക്കറിയാലോ, എത്ര നല്ല ഡ്രൈവർ ആണെങ്കിലും ഓരോ യാത്രയും പുതിയ യാത്രയാണ്. അതേപോലെ തന്നെ ഓരോ റീഡിങ്ങും പുതിയ റീഡിംഗ് ആണ്. നമ്മൾ ആ എക്സൈറ്റ്മെൻറ്റിൽ വേണം അതിനെ സമീപിക്കാൻ. മാത്രമല്ല, നമ്മളടുത്ത് ഒരാൾ വരുന്നുണ്ട്,
അയാൾക്കൊരു ഇതിന് വരുന്നുണ്ടെങ്കിൽ നമ്മൾ അയാൾക്ക് മാക്സിമം ചെയ്യാൻ ശ്രമിക്കണം എന്നുള്ളതാണ്. പിന്നെ ഒരു കാര്യം കൂടി വെച്ചാൽ ഈ ടാരോ എന്ന് പറയുന്നത് ഞാൻ എൻ്റെ തൊഴിലാണെന്ന് പറഞ്ഞല്ലോ. ഇത് എല്ലാ ദിവസവും എല്ലായ്പ്പോഴും റീഡിങ് കിട്ടണമെന്നില്ല. എല്ലാ തൊഴിൽ മേഖലയിലും ചില സമയത്ത് ഭയങ്കര ബിസിയും ചില സമയത്ത് ഓഫ് സീസണും ആയിരിക്കും. അതേപോലെ ടാരോയ്ക്കുമുണ്ട്. ചില സമയത്ത് ഞാൻ തന്നെ നോക്കാറുണ്ട്, ഒരുപാട് പേര് റീഡിങ് വിളിക്കും, ചിലപ്പോൾ ആരും വിളിക്കില്ല. അത് അതിൻ്റെ പ്രതിഭാസമാണ്. അപ്പോൾ നമ്മളത് മനസ്സിലാക്കിയാൽ മതി. അപ്പോൾ ഒന്നുകൂടി ഞാൻ നിങ്ങളോട് പറയാം, ടാരോ റീഡിങ് പലരും നിർത്തുന്നതിൻ്റെ കാര്യം ഒന്ന് വ്യക്തിപരമാണ്. അതായത് പേഴ്സണൽ പ്രോബ്ലംസിൽ ഇതിൽ വന്നു, പിന്നീട് ഫാമിലി പ്രഷർ വന്നു, പിന്നീട് അതിൽ ഇതില്ലാണ്ട് നിർത്തി. പിന്നെ മണി ഓറിയൻറ്റഡ് വരുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം പെട്ടെന്ന് പണം കിട്ടാതെ വരുമ്പോൾ, അല്ലെങ്കിൽ അവർ ആഗ്രഹിച്ച രീതിയിൽ അത് വളരാതെ വരുമ്പോൾ, പിന്നെ 3 എന്താ പറയുക, സ്കില്ലില്ലാതെ നിർത്തുന്ന ആളുകളുണ്ട്. യൂട്യൂബിൽ വീഡിയോ ഇടുക, ഇൻസ്റ്റാഗ്രാമിൽ പോസ്റ്റ് ചെയ്യുക, പിന്നെ നെഗറ്റീവ് കോമൻസ് എടുക്കാൻ പറ്റാതെ വരിക, പിന്നെ അൾട്ടിമേറ്റ്ലി പലപ്പോഴും എന്താ പറയുക, സമയം കണ്ടെത്താതിരിക്കുക, ഇമോഷണൽ ആയിട്ടുള്ള പ്രശ്നങ്ങൾ, ഇതുകൊണ്ടൊക്കെയാണ് ആളുകൾ നിർത്തുന്നത്. അപ്പോൾ എനിക്ക് പറയാനുള്ളത് എന്താ വെച്ച് കഴിഞ്ഞാൽ, ഇതൊരു എന്താ പറയുക, ഒരു തമാശ പോലെ അല്ലെങ്കിൽ ഹോബി പോലെ, ഒരു മിഷൻ പോലെ കണ്ടാൽ മതി. ദിവസം അരമണിക്കൂർ 1 മണിക്കൂർ അതിന് വേണ്ടി മാറ്റി വയ്ക്കുക. 1-2 വ്യക്തികളുടെ പ്രശ്നങ്ങൾ നമുക്ക് മാറ്റാൻ പറ്റുമോ, റീഡിങ് ഇടാൻ പറ്റുമോ, ഇതൊരു ദൈവനിയോഗമാണെന്ന് കണക്കാക്കുക. അങ്ങനെ നിങ്ങൾ കണക്കാക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരിക്കലും ഇത് ക്വിറ്റ് ചെയ്യാൻ തോന്നില്ല. ഇത് നിങ്ങളുടെ ജീവിതത്തിൻ്റെ ഒരു ഭാഗമായി നിൽക്കും. ഒരുപാട് പേർക്ക് നിങ്ങൾക്ക് പ്രകാശമാവാൻ പറ്റും എന്നാണ് പറയാനുള്ളത്. അപ്പോൾ ടാരോ റീഡിങ് എന്തെങ്കിലും കാരണം കൊണ്ട് പഠിച്ച് ക്വിറ്റ് ചെയ്യാൻ നോക്കുന്നുണ്ടെങ്കിൽ പ്ലീസ് ഡോണ്ട് ഡു ഇറ്റ് എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. ഹാവ് എ മിഷൻ. ഇനി ആരെങ്കിലും നിർത്തി പോകുന്നുണ്ടെങ്കിൽ തികച്ചും വ്യക്തിപരമാണ്. നമുക്കറിയാലോ, എല്ലാ വ്യക്തികൾക്കും അവരുടേതായിട്ടുള്ള കാരണങ്ങളുണ്ടാവും. പക്ഷേ അത് നിങ്ങളെ ഡിസ്കറേജ് ചെയ്യരുത് എന്നാണ് എനിക്ക് പറയാനുള്ളത്. അപ്പോൾ എന്തുകൊണ്ടാണ് ആളുകൾ ടാരോ റീഡിങ് ഇത് ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത്തരം കാരണങ്ങളാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. താങ്ക് യു വെരി മച്ച് ഫോർ വാച്ചിങ്. നമുക്ക് അടുത്ത വീഡിയോയിൽ കണ്ടുമുട്ടാം. അതുവരെ ദിസ് ഈസ് യുവർ ട്രെയിനർ പ്രദീപ് ഹരിഹരൻ സൈനിങ് ഓഫ്.